ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. വിശ്വാസികളെ ആത്മീയ ചൈതന്യത്തിലാക്കി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെല്ലോഷിപ്പിന്റെ 33ാമത് വാർഷിക കൺവെൻഷൻ ചേലക്കര മേപ്പാടം ഷാലോം നഗറിൽ പ്രൗഢഗംഭീരമായി സമാപിച്ചു. വിശ്വാസികളെ ആത്മീയ ചൈതന്യത്തിലാഴ്ത്തി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെല്ലോഷിപ്പിന്റെ 33ാമത് വാർഷിക കൺവെൻഷൻ മേപ്പാടം ഷാലോം നഗറിൽ പ്രൗഢഗംഭീരമായി സമാപിച്ചു. പെന്തക്കോസ്റ്റ് ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട കൺവെൻഷനിൽ ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു നൽകി. UPF സെക്രട്ടറി പാസ്റ്റർ റെജി ജോൺ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ വലിയ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തിൽ നാൾ നിന്ന് യേശു വിളിച്ചു പറഞ്ഞ് ദാഹിക്കുന്ന യവനും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരട്ടെ, ജീവജലത്തിൻ്റെ നദിയൊഴുകും. ഇന്ന് രാത്രി ഒരു വലിയ ആത്മപകർച്ച, ദൈവവചനത്തിൻ്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറക്കപ്പെടേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മേലുണ്ടാകണനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ചർച്ച് ഓഫ് ഗോഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റവറന്റ് ജോമോൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അതാണ് 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ 4 ആളത്വങ്ങൾ, അതാണ് 4 സുവിശേഷം എന്ന് പറയുന്നത്. യേശു കർത്താവ് ആരാ, എന്തിനീ ലോകത്തിലേക്ക് വന്നു, എന്തിനേശു കർത്താവ് മറിയുടെ ഉദരം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് അവതരിച്ചു എന്നിത്യാദി വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ പഠിക്കണമെങ്കിൽ സുവിശേഷം നമ്മൾ ആത്യന്തികമായി പഠിക്കണം. അതിൽ മത്തായി സുവിശേഷം എന്ന് പറയുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട രാജാവിനെ വെളിപ്പെടുത്തുകയാണ്. അതാണ് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു കർത്താവിനെ യഹൂദന്മാർ കാത്തിരുന്ന ഈ രാജാവാണെന്ന് വെളിപ്പെടുത്തുകയാണ്. യഹൂദന്മാർ കാത്തിരുന്ന മശിഹയാണ് യേശു കർത്താവ് എന്ന് മത്തായി സുവിശേഷം വെളിപ്പെടുത്തുകയാണ്. ഇനി അതുമാത്രമല്ല, ഇവിടെ കാണുന്ന ഭരണങ്ങൾ ആടി ഉലയുന്ന ഭരണങ്ങളാണ്. ഈ ഭരണങ്ങൾ അവസാനിക്കുമ്പോൾ ഇളക്കമില്ലാത്ത ഒരു ഭരണം ഒരു രാജാവ് ഇവിടെ കൊണ്ടുവരും. ആ രാജാവിനെയാണ് മത്തായി സുവിശേഷം വെളിപ്പെടുത്തുന്നത്. ഭാരതപ്പുഴ കൺവെൻഷൻ പ്രസിഡന്റ് പാസ്റ്റർ എ കെ ബിൽസൺ യോഗത്തിൽ ആശംസകൾ അറിയിച്ചു. പ്രത്യേകിച്ച് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും ദൈവനാമത്തിൽ നിങ്ങളെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി മാസം 20, 21, 22 ദിവസം നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ആ കൺവെൻഷന് ഹാർദവമായി ക്ഷണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ചോദിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഉത്തരോത്തരം മേൽഗതിയിലേക്ക് ഉയരുവാൻ, ദൈവത്തിൻ്റെ നാമം ഈ ദേശങ്ങൾ മഹിമപ്പെടുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരം ദൈവം സഹായിക്കട്ടെ. സംഘാടകരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സിബി ബേബി, സന്തോഷ് ജോബ്, എബിൻ തട്ടാറ എന്നിവർ നേതൃത്വം നൽകിയ UPF കൊയറിന്റെ സംഗീത ശുശ്രൂഷ കൺവെൻഷനെ ഭക്തിസാന്ദ്രമാക്കി. വിവിധ ജീവിത പ്രശ്നങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കും രോഗികൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ കൺവെൻഷന്റെ ഭാഗമായി നടന്നു. മീഡിയ കൺവീനർ സ്റ്റാൻലിംഗ് കെ സാമുവൽ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി.
സമാപന യോഗത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾക്കായി വാഹന സൗകര്യവും സംഘാടകർ ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.